നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കമാൻഡ മുഖത്തെ താൽക്കാലിക ഷട്ടർ നിർമ്മാണത്തിന് ജില്ലാ കളക്ടർ രൂപീകരിച്ച കമ്മിറ്റിയുടെ യോഗം നടന്നു. ദുരിതാശ്വാസ ക്യാമ്പിലെ കുഞ്ഞിന് 90 ചടങ്ങിന്റെ ആശംസയും സമ്മാനവുമായി ജനപ്രതിനിധികൾ. $7 കോടിയിലധികം രൂപ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ തൃശൂരിലെ പ്രമുഖ വ്യവസായി അറസ്റ്റിൽ. നവീകരിച്ച മുത്തുള്ളിയാൽ നമസ്കാര പള്ളിയുടെ ഉദ്ഘാടനം നടന്നു. വാർത്തകൾ വിശദമായി. കമാൻഡ മുഖത്തെ താൽക്കാലിക ഷട്ടർ നിർമ്മാണത്തിന് ജില്ലാ കളക്ടർ രൂപീകരിച്ച കമ്മിറ്റിയുടെ യോഗം തിങ്കളാഴ്ച ചാഴൂർ പഞ്ചായത്ത് ഓഫീസിൽ നടന്നു. യോഗത്തിൽ താൽക്കാലിക ഷട്ടർ നിർമ്മിക്കാൻ ഫണ്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. താൽക്കാലിക ഷട്ടർ നിർമ്മിക്കാൻ 14.5 ലക്ഷം രൂപ വേണമെന്നാണ് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചത്. വെള്ളക്കെട്ട് നേരിടുന്ന പഞ്ചായത്തുകൾ തനത് ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചാൽ മാത്രമേ ഇത് ശരിയാക്കാൻ കഴിയൂ എന്നായിരുന്നു ഇറിഗേഷൻ എഞ്ചിനീയറുടെ വിശദീകരണം. MLA ഫണ്ട് ഉപയോഗിക്കാമെന്ന് CC മുകുന്ദൻ MLA അറിയിച്ചുവെങ്കിലും താൽക്കാലിക ഷട്ടർ നിർമ്മിക്കാൻ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഫണ്ട് എങ്ങനെ കണ്ടെത്താമെന്നും അടിയന്തരമായി പ്രശ്നം പരിഹരിക്കാനും ചേർപ്പ്, ചാടൂർ, അന്തിക്കാട്, പാർലം പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ, കളക്ടർ രൂപീകരിച്ച സമിതിയിലെ ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം ചൊവ്വാഴ്ച രാവിലെ ചാടൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കും. ആദ്യത്തിന് ആശംസകളുമായി ജനപ്രതിനിധികൾ. ദുരിതാശ്വാസ ക്യാമ്പിലെ കുഞ്ഞിന് 90 ചടങ്ങിന്റെ ആശംസയും സമ്മാനവുമായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും വില്ലേജ് ഓഫീസറും ആശാപ്രവർത്തകരും. ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന മുത്തുള്ളിയാൽ തോപ്പ്, പെരുട്ടൻ, ശരൽ, കൃഷ്ണപ്രിയ ദമ്പതിമാരുടെ മകൻ ആദിത്യ എന്നു പേരിട്ട കുഞ്ഞിനാണ് തിങ്കളാഴ്ച 90 ചടങ്ങ് നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, വില്ലേജ് ഓഫീസർ ശ്രീവിദ്യ രാമചന്ദ്രൻ എന്നിവർ കുഞ്ഞുടുപ്പും കളിപ്പാട്ടവും സമ്മാനം നൽകി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യ രമേശ്, പഞ്ചായത്ത് അംഗങ്ങളായ KB പ്രജിത്ത്, നസീജ മുത്തലീഫ്, കൃഷ്ണകുമാർ, സുനിത ജിനു, ശ്രുതി വിജിൽ, അൽഫോൺസ, സിനി പ്രദീപ് എന്നിവരും ആശാപ്രവർത്തകരായ പ്രസന്ന മുരളി, സിന്ധു വിജയൻ എന്നിവരും ആശംസയുമായി എത്തി. തൃശൂർ ജില്ലാ ആശുപത്രിയിലായിരുന്നു ആദിത് ജനിച്ചത്. ഓഗസ്റ്റ് 1 മുതൽ 8 പേരടങ്ങുന്ന ശരലിന്റെ കുടുംബം ക്യാമ്പിലാണ് കഴിയുന്നത്. രാവിലെ ക്ഷേത്രത്തിലായിരുന്നു 90ന്റെ ചടങ്ങുകൾ നടന്നത്. $7 കോടിയിലധികം രൂപ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ തൃശൂരിലെ പ്രമുഖ വ്യവസായി അറസ്റ്റിൽ. നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന കേസുകളിൽ വ്യവസായ പ്രമുഖൻ സുന്ദർ സി മേനോനാണ് അറസ്റ്റിലായത്. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഹിവാൻ നിധി, ഹിവാൻ ഫിനാൻസ് എന്നീ സ്ഥാപനങ്ങളുടെ പേരിൽ $7.78 കോടി തട്ടിപ്പ് നടത്തിയ കേസുകളിലാണ് അറസ്റ്റ്. 18 കേസുകളാണ് നിലവിലുള്ളത്. 62ഓളം പരാതിക്കാരിൽ നിന്നാണ് നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. തൃശൂർ സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ വെസ്റ്റ് പോലീസ് അന്വേഷിച്ചിരുന്ന കേസുകൾ പിന്നീട് C ബ്രാഞ്ചാണ് അന്വേഷിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നവീകരിച്ച മുത്തുള്ളിയാൽ നമസ്കാര പള്ളിയുടെ ഉദ്ഘാടനം നടന്നു. മതപണ്ഡിതൻ ഉസ്താദ് മുഹമ്മദ് ഫൈസി ഓണംപിള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ഉദ്ഘാടനം നടന്നത്. ചേർപ്പ് ചെറുജാനം മഹൽ പ്രസിഡന്റ് അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. മഹൽ സെക്രട്ടറി അലി ഹാജി, മുത്തുള്ളിയാൽ മസ്ജിദ് ജമാം ജലീൽ ബക്കാഫി, മഹൽ കമ്മിറ്റി ഭാരവാഹികളായ PH ഉമാർ, മജീദ് മുത്തുള്ളിയാൽ, മുഹമ്മദ് അലി, PS ഫൈസൽ, നാസർ എന്നിവർ സംസാരിച്ചു.
പരിശുദ്ധമായ മസ്ജിദിൻ്റെ നിർമ്മാണം എന്ന് പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഒരു മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നയാൾ അയാൾ ഇങ്ങനെ അതായിട്ട് ചിന്തിച്ച് നടക്കുകയാണ്, നിരന്തരം അത് സംബന്ധിച്ച് മാത്രം ആലോചിക്കുകയാണ്. അയാളുടെ ഹൃദയം മുഴുക്കെ അള്ളാഹുവിൻ്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടാൽ ഇശ്ഹദു ലഹു ബിൽ ഈമാൻ എന്ന്, അയാൾക്ക് ഈമാൻ ഉണ്ടെന്ന കാര്യത്തിൽ നിങ്ങൾ സാക്ഷ്യം വഹിച്ചോളൂ എന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് ഈമാനുണ്ട്, അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അപ്പൊ മസ്ജിദിന്റെ എല്ലാ പരിപാടികളും അങ്ങനെയാണ്. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തനങ്ങളാകട്ടെ, ജമാഅത്തിന്റെ നിരന്തരമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനമാകട്ടെ, അവിടെ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളുടെ നിർവഹണമാകട്ടെ, എല്ലാം മസ്ജിദിന്റെ പരിപാലനമാണ്. നമ്മളൊരു കല്ലെടുത്ത് വെച്ചത് മാത്രമല്ല മസ്ജിദിന്റെ പരിപാലനം. ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ പള്ളിയുമായി ബന്ധപ്പെടുത്തി വരേണ്ടതാണ്. ചെറുതെങ്കിലും അല്ലാഹു മനോഹരമാക്കിയ ഒരു മസ്ജിദ്, റഹ്മുറാഹിമിനായ റബ്ബ് അതിനുള്ള പ്രതിഫലം നൽകട്ടെ. വസന്തവുമായി ബന്ധപ്പെട്ട പേരാണ് വാസന്തി. ദുരിതങ്ങളിൽ വിഷമിക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് വിശ്രമമില്ലാത്ത സൗജന്യ സേവനത്തിലൂടെ ആശ്വാസത്തിന്റെ വസന്തം തീർക്കുകയാണ് എട്ടുമന പൊട്ടുച്ചിറ അംബേദ്കർ ഗ്രാമത്തിലെ വാസന്തി എന്ന വീട്ടമ്മ. ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ 500ഓളം പേർക്കുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നത് വാസന്തിയുടെ നേതൃത്വത്തിലാണ്. 3 നേരം ഭക്ഷണവും 2 നേരം ചായയും പലഹാരവും, പ്രായമായവർക്ക് ആയുർവേദ മരുന്നു ചേർത്ത ചൂടുവെള്ളവും കുളിക്കാൻ ചൂടുവെള്ളവും ക്യാമ്പിൽ നൽകുന്നു. പടിപ്പുരയ്ക്കൽ തിലകന്റെ ഭാര്യയാണ് 51 വയസ്സുള്ള വാസന്തി. മഴ പെയ്താൽ വെള്ളം കയറുന്ന വീട്ടിൽ നിന്നും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറണം. 2018 പ്രളയകാലത്താണ് ഏറ്റവും കൂടുതൽ പേർക്ക് ഭക്ഷണം പാകം ചെയ്ത് നൽകി തുടങ്ങിയത്. ഏറ്റവും കൂടുതൽ നാളുകൾ ക്യാമ്പിൽ ചിലവിട്ടതും അക്കൊല്ലമാണ്. ശേഷം ക്യാമ്പുകളുള്ള കൊല്ലങ്ങളിൽ ഭക്ഷണകാര്യം പഞ്ചായത്ത് വാസന്തിയെ തന്നെ ഏൽപ്പിക്കും. സഹോദരനും മകനും പാചകത്തിൽ വിദഗ്ധരാണ്. അവരിൽ നിന്നാണ് കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ പഠിച്ചത്. 2018 തൊട്ടാണ് ഞങ്ങൾ വേറെയുള്ള സ്കൂളുകളിലേക്ക് കയറി തുടങ്ങിയത്. ചാവ് സ്കൂളിൽ കയറിയിട്ട് അവിടെയും വെള്ളം മുങ്ങിയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ CNN സ്കൂളിൽ കൊണ്ടുവന്നാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ 2019 വീണ്ടും വെള്ളം കയറിയപ്പോൾ പിന്നെ അവിടെ സൗകര്യം കുറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവിടേക്ക് എത്തിച്ച്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മാക്സിമം 1 മാസത്തോളം ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. അപ്പോഴും ഇവിടെ വന്ന് ഭക്ഷണം വയ്ക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ മടിച്ചിങ്ങനെ നിന്നു ഭക്ഷണം വയ്ക്കാനായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു വെക്കാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അയൽപ്പക്കത്തുള്ള എല്ലാ പിള്ളേരും എൻ്റെ ഒപ്പം വരും, എന്ത് ചെയ്യാനും അവരെൻ്റെ ഒപ്പം വരും. അവർ വന്ന് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളങ്ങനെ ഭയങ്കര ഒരു കൂട്ടായ്മയിൽ ഞങ്ങൾ നിന്നിട്ട് ആ ദിവസം ഫുള്ളെത്തിക്കുന്ന വരെ ഒന്നിലൊരു കുറവുണ്ടായിരുന്നില്ല. അവർ തരുന്ന സാധനങ്ങൾ നല്ല സുഭിഷ്ടമായ ഭക്ഷണമായിട്ട് ഞങ്ങൾ അവർക്ക് വെച്ച് കൊടുത്തു. അതിലൊക്കെ അവർക്ക് ഭയങ്കര ഇവിടെ ഉണ്ടായിരുന്നത് അന്ന് 14.5 അരിയിട്ട് വെക്കണം ഒരു ദിവസം അന്ന് വെക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ആങ്ങളെ കൂടെ ഉണ്ട്, അവരും എൻ്റെ ആങ്ങളെയും ഭക്ഷണം വയ്ക്കാൻ പോകും. അവനൊക്കെ പുറത്തേക്ക് പോകും, ഞാനങ്ങനെ പുറത്തേക്ക് പോവില്ല. അപ്പം ഞാൻ അവനും കൂടി ഞങ്ങൾക്ക് ഹെൽപ്പായിട്ട് അന്നും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അയൽപ്പക്കത്തുള്ള ആൾക്കാർ ഇവിടെയുള്ളവരും എല്ലാവരും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിൽ ജിത്തു, ഓമന, ബബിത, സീന, പ്രിയ, സജീവൻ, സഞ്ജയ് തുടങ്ങി സഹായികളുമുണ്ട്. പുലർച്ചെ 4-ന് വാസന്തിയും അംഗനവാടി ഹെൽപ്പർ ബബിതയുമാണ് ആദ്യം എണീക്കുക. രാവിലെ കട്ടൻ ചായ, ശേഷം ഉപ്പുമാവ്, ചായ, പിന്നെ കുടിക്കാൻ ആയുർവേദ പൊടിയിട്ട വെള്ളം തിളപ്പിച്ചതും കഞ്ഞിവെള്ളവും ചൂടുവെള്ളവും. പ്രായമായവർക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളവും തയ്യാറാക്കണം. ഉച്ചയ്ക്ക് ചോറ്, സാമ്പാർ, ഉപ്പേരി, അച്ചാർ, ചമ്മന്തി, രസം. 3:30 ചായയും ബിസ്ക്കറ്റും. വൈകിട്ടും കുടിക്കാനും കുളിക്കാനും വെള്ളം തിളപ്പിക്കണം. രാത്രി ചോറ്, സാമ്പാർ, ഉപ്പേരി, അച്ചാർ, ചമ്മന്തി, രസം. വാസന്തിയുടെ സ്പെഷ്യൽ ചമ്മന്തിയാണ് എല്ലാവർക്കും പ്രിയം. സ്പെഷ്യൽ എന്തിട്ടാന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് കയറി വരുള്ളൂ. അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ചമ്മന്തിയാണ്. എത്ര തരം കറി വെച്ചാലും ഒരു ചമ്മന്തി അവർക്ക് ഇഷ്ടമുള്ളത്. ഞാൻ എന്തോരം തിരക്കുള്ള പണിയായാലും അവർക്ക് ഞാൻ ആ ചമ്മന്തി ആ മിനിറ്റ് വെച്ച് അവർക്ക് ഉണ്ടാക്കി ഞാൻ കൊടുക്കും. എല്ലാ സാറുമാരും വന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് പോയി. പിറ്റേ ദിവസം വരെ നാളെ ഉണ്ടാക്കിക്കൊള്ളോട്ടെ, ഞങ്ങൾ ഇവിടെ നിന്ന് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് പോകും. അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് വരും. ഒരു കുഴപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. എല്ലാത്തിനും ഇവിടെ ഡോക്ടർമാർ വരുന്നുണ്ട്, എല്ലാ വക സ്ഥലങ്ങളിൽ നിന്ന് എല്ലാ ആൾക്കാരും വരുന്നുണ്ട്. എന്ത് വേണമെങ്കിലും മിനിറ്റ് വെച്ച് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നല്ല സുഖമായിട്ട് ഇപ്പോൾ വീട്ടിൽ വെള്ളം കയറുന്നുള്ളൊരു ദുഃഖം ഞങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല.
രാത്രി 12 വരെ ക്യാമ്പിലെ ക്ലാസ് മുറികൾ മുഴുവൻ കറങ്ങി എല്ലാവരും ഭക്ഷണം കഴിച്ചില്ലേ എന്ന് ഉറപ്പുവരുത്തും. ഉറക്കം 4 മണിക്കൂർ മാത്രം. ഇതിനിടെ ക്യാമ്പ് അംഗങ്ങൾക്ക് എന്തെങ്കിലും വയ്യായിക വന്നാൽ വാസന്തിയും കൂടെ പോകും. വെള്ളക്കെട്ടിലുള്ള ശോച്യാവസ്ഥയിലുള്ള വീടിന്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ വാസന്തിയുടെ കണ്ണ് നിറയും. പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങി വീട്ടിൽ പോകണം. പോയിട്ട് വീടിൻ്റെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ അതിലും ഭയങ്കര വിഷമമുണ്ട്. അങ്ങനത്തെ ഒരു ഇതാണ് അവിടെ വെള്ളം കയറുന്നത്. എങ്കിലും ആ ഭാഗം ഇട്ടിട്ട് പോകാനും തോന്നില്ല. ഒരു വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തിനോട് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണത്. ഒരലമ്പുള്ള ആൾക്കാരില്ല, നമുക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. പണിയെടുക്കണം, നമ്മുടെ കയ്യിൽ കിട്ടണം, അതുകൊണ്ട് ജീവിക്കുക എന്നുള്ളൊരിതല്ല. അപ്പോൾ അഹങ്കരിച്ച് പോകണമെന്ന് അങ്ങനെ ഒന്നും ഒരു ആഗ്രഹമില്ല. പിന്നെ എനിക്കൊരാഗ്രഹം എന്താ വെച്ചാൽ എവിടെ ചെന്നാലും ഭക്ഷണം വയ്ക്കാലും എന്തായാലും അവരെ കൂടെ നിന്ന് അത് വെച്ച് അവരെ പോലെ സഹകരിച്ച് അത് പൂർത്തീകരിച്ച് കൊടുക്കണം. എനിക്കില്ലെങ്കിലും എനിക്ക് വിഷമമില്ല, എനിക്ക് സന്തോഷമുള്ളൂ, അവർക്ക് അത് കൊടുക്കണം. ക്യാമ്പിൽ വിശക്കുന്നവരുടെ മുഖം ഓർക്കുമ്പോൾ തന്റെ വിശ്രമത്തിനും അവധി നൽകി വാസന്തി പാചകപ്പുരയിലെത്തുന്നു. പൂ ചോദിച്ചാൽ പൂന്തോട്ടവും പൂക്കാലവും വാസന്തവും എല്ലാം ഒരുക്കുന്ന വസന്തിയെ പോലെ മനസ്സിൽ നന്മ കാത്തു സൂക്ഷിക്കുന്നവരാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറിയിലെ താരങ്ങൾ. ചേർപ്പിൽ നിന്ന് ദേശീയ തലത്തിലേക്ക് ഒരു വനിതാ കായിക താരം കൂടി. ചേർപ്പ് കബഡി അക്കാദമിയിലെ ഫിയ മേരി ജെയ്സൺ ആണ് ദേശീയ ബീച്ച് കബഡി മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബീഹാറിൽ വെച്ച് നടക്കുന്ന 11ാമത് ദേശീയ ബീച്ച് കബഡി ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ മത്സരത്തിൽ ഫിയ പങ്കെടുക്കും. ചേർപ്പ CNN ഗേൾസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫിയ ചേർപ്പ മാടക്കായി ജെയ്സിന്റെയും മിനിമോളുടെയും മകളാണ്. ടെറസിൽ നിന്നും വീണ് വയോധിക മരിച്ചു. പെരുമ്പിള്ളശ്ശേരി കോരോത്ത് 89 വയസ്സുള്ള അമ്മു അമ്മയാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ ടെറസിന്റെ കോണിയോട് ചേർന്ന് മുറ്റത്ത് അമ്മു അമ്മ വീണ് കിടക്കുന്നത് വീട്ടുകാരാണ് കണ്ടത്. കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. മക്കൾ വിജയലക്ഷ്മി, യമുന, ഉണ്ണികൃഷ്ണൻ. സംസ്കാരം തിങ്കളാഴ്ച പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. വയനാട്ടിലെ ദുരിത കാഴ്ചകൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ട് കുഞ്ഞു മനസ്സിനും കാരുണ്യത്തിന്റെ അലയൊച്ചകൾ തീർത്തു. വർണ്ണവിന്റെ കാശുകുടുക്ക ദുരിതബാധിതർക്ക് നൽകി മാതൃകയായി. ചെമ്മാപ്പള്ളി തച്ചപ്പള്ളി പ്രിതിലാൽ സജന ദമ്പതികളുടെ മൂത്ത മകനും ചെമ്മാപ്പള്ളി ALPS സ്കൂളിലെ LKG വിദ്യാർത്ഥിയും കൂടിയാണ് 5 വയസ്സുകാരനായ വർണ്ണവ് എന്ന പാച്ചു. തന്റെ കാശുകുടുക്കയിലെ തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകാൻ അച്ചമ്മയോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അച്ചമ്മ ലത പെരിങ്ങോട്ടുകരയിൽ കളക്ഷൻ സെന്റർ തുടങ്ങിയ നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചർ ഫോറം ഭാരവാഹികളെ അറിയിച്ചതനുസരിച്ച് ഭാരവാഹികൾ വസതിയിലെത്തി വർണ്ണവിന്റെ കാശുകുടുക്ക ഏറ്റുവാങ്ങി. നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാൻ ആന്റോ തൊറയൻ, കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ, സാജൻ കുറ്റിക്കാട്ട് എന്നിവർ കാശുകുടുക്കയിൽ കുട്ടി ബൈക്ക് വാങ്ങുന്നതിനായി സ്വരൂപിച്ച 4443 രൂപ ദുരിതബാധിതർക്ക് ഏറ്റുവാങ്ങി. ഇപ്പം മുതൽ എന്നും TV കാണാണ്. അപ്പം എന്നും പ്രാർത്ഥിക്കാൻ പറയും. ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും രാവിലെ എനിക്ക് കുളി കഴിഞ്ഞ് പ്രാർത്ഥിക്കും, അർജുനന് കാണണേ, ചോറ് ടിക്കണേ എന്നൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പാച്ചോ കാശെടുക്കാൻ പൈസ കൊടുത്താലോ എന്നാണ്. അപ്പോൾ കൊടുക്കാൻ മാമേ നമുക്കൊന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാക്കി വസ്ത്രം ഇല്ലാത്തവർക്ക് വസ്ത്രം അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക. പിന്നെ രാവിലെ ടീച്ചറെ വിളിച്ച് പറഞ്ഞു, ടീച്ചറെ സ്കൂളിലേക്ക് ഇന്ന് വല്ല പിള്ളേരെ കൊണ്ടും ടീച്ചർമാരോടും പറഞ്ഞിട്ട് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു നല്ല കുട്ടി. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അയച്ചു വിട്ടോളാം ടീച്ചർമാർക്ക് വിടാനെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ളൊരു സന്തോഷം ആൾക്ക്. ഇപ്പം എപ്പോഴായാലും പൈസ ഇനി കിട്ടിയാലും കൊടുക്കണം എന്നുള്ളൊരു ഇത് മാത്രം. ഇന്ന് രാവിലെയാണ് പാച്ചുവിൻ്റെ അമ്മമ്മ നമ്മളെ വിളിക്കുന്നത്. ഇവിടെ തച്ചപ്പള്ളി പ്രതിലാലിൻ്റെയും സജനയുടെയും LKGയിൽ പഠിക്കുന്ന മകനാണ് പാച്ചു. ഇതുവരെ ശേഖരിച്ച 4443 രൂപ വയനാട്ടിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ കൊടുക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞ് തന്നിരിക്കുകയാണ്. അത് സ്വന്തമായിട്ട് ഇപ്പോൾ പാച്ചു തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് TV കാണുമ്പോഴുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് കണ്ട് അമ്മാമ്മോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ വളർന്നു വരുന്ന ഇത്രയും കുരുന്നുകളിൽ പോലും ഒരു ദയയുടെ കാരുണ്യം കാണുന്നത് ഏറ്റവും സന്തോഷകരമായി തോന്നുന്നു. താന്യം ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ ക്യാമ്പുകളിൽ CC മുകുന്ദൻ MLA സന്ദർശിച്ചു. പെരിങ്ങോട്ടുകര ALPS നളന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ, GHSS താന്യം,
SNLPS, അഴിമാവ് തുടങ്ങിയ ക്യാമ്പുകളിൽ 200ഓളം പേരാണ് താമസിക്കുന്നത്. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, വൈസ് പ്രസിഡന്റ് OS അഷറഫ്, അംഗങ്ങളായ മീന സുനിൽ, സിജോ പുലിക്കോട്ടിൽ, രഹന പ്രജു, ഷൈനി ബാലകൃഷ്ണൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് 9 മാസം പ്രായമുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം. തൃശൂർ തലവണിക്കര കോളോട്ടിൽ രാജേഷിന്റെയും അമൃതയുടെയും മകൾ നീലാദ്രിനാഥാണ് മരിച്ചത്. 10 ദിവസം മുൻപാണ് അപകടമുണ്ടായത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയെ കാണാതായപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ വീട്ടിലെ ബക്കറ്റിൽ വീണ് കിടക്കുന്ന രീതിയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ഞായറാഴ്ച രാവിലെ മരിച്ചു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഏറെക്കാലമായി കുടിവെള്ളം ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള ജല അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു കൊട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ധനീഷ് മടത്തിപ്പറമ്പിൽ, BJP നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി സേവ്യർ പള്ളത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് KV അരുണഗിരി, 2ാം വാർഡ് മെമ്പർ രശ്മി ഷിജോ, BJP തളിക്കുളം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മണികണ്ഠൻ, സുരേഷ് TR, ഉണ്ണികൃഷ്ണൻ കുണ്ടായിൽ, മഹിളാ മോർച്ച മണ്ഡലം സെക്രട്ടറി ശ്രുതി ധനീഷ് എന്നിവർ സംസാരിച്ചു. വലപ്പാട് മഹിളാ മോർച്ച പ്രസിഡന്റ് പ്രിയങ്ക ഷൈരാസ് സദാശിവൻ, അജിത്, ബാബുരാജ് എന്നിവർ നേതൃത്വം നൽകി. ആം ആദ്മി പാർട്ടി തൃശൂർ ജില്ലയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും ശേഖരിച്ച ഭക്ഷ്യധാന്യങ്ങളും മരുന്നുകളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും വയനാട് ജനതയ്ക്കുള്ള കൈത്താങ്ങായി വയനാട്ടിലേക്ക് കൊടുത്തുവിട്ടു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണിയും തൃശൂർ വോളണ്ടിയേഴ്സും നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6470 രൂപ, പവന് 51,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കമാൻഡ മുഖത്തെ താൽക്കാലിക ഷട്ടർ നിർമ്മാണത്തിന് ജില്ലാ കളക്ടർ രൂപീകരിച്ച കമ്മിറ്റിയുടെ യോഗം നടന്നു. ദുരിതാശ്വാസ ക്യാമ്പിലെ കുഞ്ഞിന് 90 ചടങ്ങിന്റെ ആശംസയും സമ്മാനവുമായി ജനപ്രതിനിധികൾ. $7 കോടിയിലധികം രൂപ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ തൃശൂരിലെ പ്രമുഖ വ്യവസായി അറസ്റ്റിൽ. നവീകരിച്ച മുത്തുള്ളിയാൽ നമസ്കാരപ്പള്ളിയുടെ ഉദ്ഘാടനം നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.